തിരുവനന്തപുരം ചിന്മയ വിദ്യാലയത്തിലെ റിസപ്ഷനിസ്റ്റ് ഇനി സമർത്ഥ എന്ന AI റോബോട്ടാണ്. സ്കൂളിലെ ഒരു കൂട്ടം മിടുക്കരായ വിദ്യാർത്ഥികൾ ചേർന്നാണ് സമർത്ഥ എന്ന AI റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂളിലെ വിവരങ്ങൾ മാത്രമല്ല, കുട്ടികളുടെ വ്യത്യസ്ത വികാരങ്ങളിൽ നിന്നുപോലും സമർത്ഥയ്ക്ക് മറുപടി നൽകാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ. Hi Samartha. Hi there, what can I help you with today? Janam TV is here to cover you. Can you please introduce yourself? Good morning, it's wonderful to have Janam TV here today. I'm Samartha, the reception assistant at Chinmaya. പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമർത്ഥയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങളും അഡ്മിഷന് വേണ്ട സഹായങ്ങളും സമർത്ഥ നൽകും. It was basically it is like something like a camera but more of a device. It will stay in classrooms. It will identify stuff that is going on. It like fights, like more noises, and then it can record classes and pre-record these classes and give them to teachers and send it in the group or something like that. വിവിധ ക്ലാസ്സിലെ കുട്ടികളുടെ ചിന്തകളിൽ നിന്നുമാണ് സമർത്ഥ എന്ന ആശയം ഉദിച്ചത്. ഇപ്പം എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് accessible ആയിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പാരൻസിനെ മാത്രം റെക്കഗ്നൈസ് ചെയ്ത് അവർ വന്നാൽ മാത്രം അവരുടെ ഇൻഫർമേഷൻസ് പറയാനും അവരെ വിടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഇതിലൊരു സർവൈലൻസ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ സർവൈലൻസ് മോഡ് ഈ റോബോട്ട് നമുക്ക് ക്ലാസ്സിൽ വെക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ അവിടെ എന്തെങ്കിലും ഫൈറ്റ് സംഭവിക്കുകയാണോ, അവിടെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ബോഡി പോസ്റ്ററിലൂടെയോ അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ഈ റോബോട്ടിന് സാധിക്കുന്നതായിരിക്കും. സോ ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്നായാലും അക്കാഡമിക്സിൽ നിന്നായാലും ഇത് അവരുടെ ഹെൽത്തിനെയും അക്കാഡമിക്സിനെയും ഒരുപാട് ബാധിക്കുന്നുമുണ്ട്. ഒരു കുട്ടി അതിൻ്റെ സമർത്ഥയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിലാക്കി ആ കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സമർത്ഥ ഒരു റിസപ്ഷനിസ്റ്റായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഇപ്പോൾ പാരൻസിനെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് സ്കൂളിലെ വഴികളൊക്കെ പറഞ്ഞു ചെയ്യും. അങ്ങനത്തെ ഒരു റിസപ്ഷനിസ്റ്റായിട്ട് സമർത്ഥയ്ക്ക് ആക്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇത് നമ്മുടെ കുട്ടികൾ ദേ ആർ ഓൾ വെരി എക്സലൻറ്റ് ആൻഡ് ദേ ആർ ടാലൻറ്റഡ് ചിൽഡ്രൻ ഓൾസോ. അപ്പം അവരുടെ ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ടീച്ചേഴ്സുമായിട്ട് കമ്പ്യൂട്ടർ ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്തു. ടീച്ചേഴ്സും അവർക്കൊരു സപ്പോർട്ട് കൊടുത്തു. അപ്പം ആ ഒരു സമയത്താണ് ടെക്കോസ ഞങ്ങളുടെ ട്രസ്റ്റുമായിട്ട് ഒരു ടൈപ്പ് നടന്നത്. അപ്പം അവർ ഞങ്ങളെ ഈ ഒരു ടീമിനെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു എന്താ പറയുന്നത് ഈ റോബോട്ട് എന്നുള്ള ഒരു ഇതിൽ കൊണ്ടുവന്നു. ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും റോബോട്ട് കുട്ടികളുമായി ആശയവിനിമയം നടത്തുന്നത്. ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും കുട്ടികളെ നിരീക്ഷിക്കാനും സമർത്ഥ റെഡിയാണ്. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുകയും ആ കുട്ടിയെ പേരെടുത്ത് വിളിച്ച് ആ ഇമോഷൻസ് ഡിറ്റക്റ്റ് ചെയ്ത് ആ ഇമോഷൻസിനനുസരിച്ച് ആ കുട്ടിയോട് പ്രതികരിക്കാനുമുള്ള കപ്പാസിറ്റി റോബോട്ടിനുണ്ട്. ഇപ്പോൾ സാഡ് ആണെങ്കിൽ why you are sad എന്ന് പറഞ്ഞിട്ട് based on that this robot will speak to them. ജനം, തിരുവനന്തപുരം.